നമസ്കാരം. ഡോക്ടർ ക്യൂവിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പേവിഷബാധയാണ് ഇന്ന് ഡോക്ടർ ക്യൂവിൽ ചർച്ച ചെയ്യുന്ന വിഷയം. പട്ടം SUT ഹോസ്പിറ്റലിലെ ജനറൽ മെഡിസിൻ കൺസൾട്ടൻ്റായ ഡോക്ടർ ഹേമലതയാണ് നമുക്കൊപ്പം ഉള്ളത്. നമസ്കാരം മാഡം. നമസ്കാരം മാഡം, ആദ്യം തന്നെ പേവിഷബാധ എന്നത് എത്രത്തോളം ഭയക്കേണ്ട ഒരവസ്ഥയാണ്? ഓക്കെ, പേവിഷബാധയെക്കുറിച്ച് പറയുകയാണെങ്കിൽ സത്യം പറഞ്ഞാൽ പേവിഷബാധയ്ക്ക് ഒരു ട്രീറ്റ്മെൻറ്റും ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതായത് ആ വൈറസ് ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ പ്രിവെൻഷൻ, അതായത് നമുക്ക് അസുഖം വരാതെ സൂക്ഷിക്കാനുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്യാൻ പറ്റുകയുള്ളൂ. അസുഖം വന്നു കഴിഞ്ഞാൽ അതിന് സിംറ്റമാറ്റിക് ലക്ഷണങ്ങളെ മാത്രമേ നമ്മൾക്ക് ചികിത്സിക്കാൻ പറ്റുകയുള്ളൂ. പ്രത്യേകിച്ച് വൈറസിനെ നശിപ്പിക്കാനോ അല്ലെങ്കിൽ പേവിഷബാധ ഇല്ലാതാക്കാനോ വേണ്ടിയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റും അസുഖം വന്നതിന് ശേഷം നമുക്ക് നൽകാൻ സാധ്യമല്ല. കാരണം അത് അവൈലബിൾ അല്ല. അതുകൊണ്ട് തന്നെ വളരെയേറെ ഭയക്കേണ്ട ഒരു രോഗം തന്നെയാണ്. പക്ഷേ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ വൈറസിന് ഇൻക്യുബേഷൻ പീരീഡ്, അതായത് നമ്മളുടെ മുറിവിൽ കൂടി അസുഖബാധ ഉണ്ടാക്കുന്നതും തമ്മിൽ വ്യത്യാസമുള്ള, അതായത് നീണ്ട ഒരു ഇൻക്യുബേഷൻ പീരീഡ്. നേരത്തെ തന്നെ നമ്മൾ വാക്സിനേഷൻ എടുക്കുകയോ വൂണ്ട് കെയർ ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് തടയിടാൻ പറ്റുന്ന ഒരു അസുഖവുമാണ്. അതുകൊണ്ട് ആ അസുഖം വന്നിട്ട് പ്രിവെൻറ്റബിൾ ആണ്, പക്ഷേ ചികിത്സിക്കാൻ സാധ്യമല്ല. ഇത് എത്രത്തോളം ഏതൊരു ടൈം ഫ്രെയിമിലാണ് നമുക്കിത് പ്രിവെൻറ്റബിൾ ആണെന്ന് പറയാൻ പറ്റുന്നത്? ഓക്കെ, അപ്പോൾ സാധാരണ നമുക്കെല്ലാവരും വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു ആനിമൽസ് നമ്മളുടെ, അതായത് ഡോഗ്, ക്യാറ്റ്, ഇതിൽ നിന്നുമാണ് സാധാരണ എല്ലാവർക്കും പേവിഷബാധ ഏൽക്കുന്നത്. റാബിറ്റ് ഡോഗ് ആണോ ഇല്ലയോ എന്ന് അറിയാനുള്ള പ്രത്യേകിച്ച് വഴികളൊന്നും നമുക്കില്ലാത്തത് കൊണ്ട് തന്നെ ഇപ്പോൾ ചില ആൾക്കാർ പറയും വീട്ടിലെ പട്ടി കടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റാബിസ് വരാൻ സാധ്യതയില്ല, അല്ലെങ്കിൽ വീട്ടിൽ വളർത്തുന്ന പൂച്ചയ്ക്ക് റാബിസ് വരാൻ സാധ്യതയില്ല, ഇങ്ങനെയൊക്കെ പറയാറുണ്ട്. പക്ഷേ അങ്ങനെയല്ല സത്യാവസ്ഥ. ഏത് ആനിമൽ ബൈറ്റും അൺലെസ് അതർവൈസ് പ്രൂവ്ഡ്, അതായത് നമ്മൾ തെളിയിക്കാത്തിടത്തോളം അത് റാബിറ്റ് ബൈറ്റ് ആയിട്ട് തന്നെ കണക്കാക്കണം. പിന്നെ വാക്സിനേഷൻ നമ്മളുടെ മൃഗങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് മൃഗങ്ങളെ വാക്സിനേറ്റഡ് ആണെങ്കിൽ നമുക്ക് പേവിഷബാധ ഏൽക്കാൻ സാധ്യത കുറവാണല്ലോ എന്നും ചിലർ പറയാറുണ്ട്. പക്ഷേ അതും സംശയകരമാണ്. കാരണം കൊടുക്കുന്ന വാക്സിൻ ആ മൃഗത്തിൽ എത്രത്തോളം ഫലപ്രദമായിട്ടുണ്ട് എന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഏത് ബൈറ്റും നമ്മൾ കൺസിഡർ ചെയ്യണം. ഇപ്പോൾ അനൂപ് ചോദിച്ചതിന് ഉത്തരം എന്താന്ന് വെച്ചാൽ, ഒരു ആനിമൽ ബൈറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് എപ്പോഴാണോ അസുഖങ്ങൾ പ്രത്യക്ഷപ്പെടുന്നത് അതുവരെയുള്ള പീരീഡാണ് നമ്മൾക്ക് ഇൻക്യുബേഷൻ പീരീഡ് എന്ന് നമ്മൾ പറയുന്നത്. റാബിഡ് വൈറസിൻ്റെ കാര്യത്തിൽ ഇത് ആഴ്ചകളോളം അല്ലെങ്കിൽ വർഷങ്ങളോളം ചിലപ്പോൾ എടുത്തേക്കാം. അതുകൊണ്ട് തന്നെ ഉടനടി വൂണ്ട് കെയർ കൊടുത്തു കഴിഞ്ഞാൽ മാക്സിമം നമുക്ക് ഈ വൈറസിനെ ഇനാക്ടിവേറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് സത്യം. മേഡം, അപ്പോൾ ഈ വർഷങ്ങളോളം എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മളൊരു വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഇഫക്റ്റ് ടൈമിൽ ഇത് ന്യൂട്രൽ ആവില്ലേ? നമ്മൾ സേഫ് അല്ലേ? അതെ, നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ എന്നെ ഒരു ആനിമൽ ബൈറ്റ് ചെയ്തു. അത് റാബിഡ് ആനിമൽ, ഒരു സ്ട്രേ ഡോഗ് ആണെന്ന് വിചാരിച്ചോളൂ. അപ്പോൾ എൻ്റെ കാലിലാണ് വൂണ്ട് ഉണ്ടായതെന്ന് വിചാരിച്ചോളൂ. അപ്പോൾ ആ വൂണ്ടിൽ സാധാരണ ആ വൂണ്ടിനെ നമ്മൾ 3ആയിട്ട് കാറ്റഗറി ചെയ്യും. ഒന്ന്, ഈ സ്കിന്ന് ഇൻടാക്റ്റ് ആണ്, മുറിവൊന്നുമില്ല, ജസ്റ്റ് അതിൻ്റെ സലൈവ മാത്രം ടച്ച് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോൾ ജസ്റ്റ് അതിൻ്റെ വൂണ്ട് കെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിനെ നന്നായിട്ട് വാഷ് ചെയ്യുക, സോപ്പും വെള്ളവും ഉപയോഗിച്ച് നന്നായിട്ട് വാഷ് ചെയ്യുക മാത്രമേ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. വേറെ ഇൻടാക്ട് കാറ്റഗറി 1 വൂണ്ട് എന്നാണ് നമ്മൾ അതിനെ പറയുക. അപ്പോൾ ഇൻടാക്റ്റ് ആയിട്ടിരിക്കുന്ന ഒരു സ്കിന്നിലോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഭാഗത്ത് നമുക്ക് പ്രത്യേകിച്ച് മുറിവൊന്നുമില്ല, രക്തം പൊടിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ കാറ്റഗറി 1 പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, അതിന് വാക്സിനേഷൻ എടുക്കേണ്ട ആവശ്യവുമില്ല. പക്ഷേ നിങ്ങൾക്ക് കാറ്റഗറി 2, 3 വൂണ്ട്സ്, അതായത് 2 എന്ന് പറഞ്ഞാൽ നമ്മളുടെ മ്യൂക്കസ് മെംബ്രെയിൻ, അതായത് മ്യൂക്കോസ എന്ന് പറയും, സ്തരങ്ങൾ എന്ന് പറയും. അതായത് കണ്ണിൻ്റെ അകത്തെ പാടകളോ അല്ലെങ്കിൽ വായിൻ്റെ അകത്തുള്ള ഇതോ സ്കിന്ന് ഇൻടാക്റ്റ് അല്ല, മുറിവുണ്ടായിട്ടുള്ള സ്കിന്നാണ്, അവിടെ ആ ആനിമൽ ലിക്ക് ചെയ്തു അല്ലെങ്കിൽ അതിൻ്റെ സലൈവ ടച്ച് ചെയ്തു എന്ന് തോന്നുകയാണെങ്കിലോ, പിന്നെ രക്തം പൊടിയുന്ന വൂണ്ട്സോ ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ കാറ്റഗറി 2 വൂണ്ട് എന്ന് പറയും. ഇതിന് നിങ്ങൾ വൂണ്ട് കെയർ മാത്രമല്ല, വൂണ്ട് കെയറിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് കുറച്ച് സംസാരിക്കാം, എന്നാലും വൂണ്ട് കെയർ മാത്രമല്ല അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് വാക്സിനേഷനും എടുക്കണം. ഈ വാക്സിനേഷൻ എന്ന് പറയുന്നതും നമുക്കിനി സംസാരിക്കാം. ഇനി മൂന്നാമത്തെ വൂണ്ട് എന്ന് പറഞ്ഞാൽ കാറ്റഗറി 3 വൂണ്ട് എന്ന് പറയും. അതായത് നല്ല ആഴത്തിലുള്ള വൂണ്ട്, സ്കിന്ന് മാത്രമല്ല അതിൻ്റെ താഴെയുള്ള സ്ട്രക്ചേഴ്സും ഒക്കെ ഇൻവോൾവ് ആയിട്ടുള്ള വൂണ്ടാണ് കാറ്റഗറി 3 വൂണ്ട് എന്ന് പറയുന്നത്.
അപ്പോൾ ഈ വൂണ്ട് വളരെ മാരകമായിട്ടുള്ളതാവാം. ഒന്ന്, ആ ആനിമൽ റാബിഡ് ആണെങ്കിൽ റാബീസ് വൈറസ് ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. രണ്ട്, അത് റാബിഡ് അല്ലെങ്കിൽ പോലും അതിൻ്റെ വായിൽ നിന്നുള്ള ഓർഗാനിസംസ് ഒക്കെ വന്നിട്ട് ഇതിൽ ഇൻഫെക്ഷൻ ഉണ്ടാക്കാനുള്ള സാധ്യതയുമുണ്ട്. അപ്പോൾ വൂണ്ട് കെയറിൻ്റെ കൂടെ ഈ വാക്സിനേഷൻ അല്ലാതെ നമ്മൾ ഒരു ഇമ്മ്യൂണോഗ്ലോബുലിൻ എന്ന് പറയുന്ന ഒരു മരുന്ന് കൂടി കൊടുക്കും. അപ്പോൾ അനൂപ് ചോദിച്ചത് ഉടനടി തന്നെ ആ വാക്സിനേഷൻ കൊണ്ട് പ്രിവെന്റബിൾ ആണോ എന്നാണ്. വാക്സിനേഷൻ വന്നിട്ട് ഇഫക്റ്റീവ് ആകാൻ 7 മുതൽ 10 ദിവസം വരെ എടുത്തേക്കാം. ഈ 10 ദിവസം വരെയുള്ള കാലയളവിലേക്ക് ആ പ്രിവെൻഷനെ നമ്മൾ കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഇമ്മ്യൂണോഗ്ലോബുലിൻ എടുക്കുന്നത്. ഇമ്മ്യൂണോഗ്ലോബുലിൻ എന്ന് പറഞ്ഞാൽ ഓൾറെഡി നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന ആൻറ്റി റാബീസ് ഇമ്മ്യൂണോഗ്ലോബുലിൻ ആണ്. അതായത് ഉടനടി അതിന് ഫലം കിട്ടാൻ വേണ്ടിയിട്ട് ആ ഇമ്മ്യൂണോഗ്ലോബുലിൻ എടുത്തു കഴിഞ്ഞാൽ ലോക്കലി അഫക്റ്റഡ് ആയിരിക്കുന്ന ഏരിയയിൽ മാത്രമേ നമ്മൾ ഇമ്മ്യൂണോഗ്ലോബുലിൻ സാധാരണ എടുക്കാറുള്ളൂ. എക്സ്ട്രാ ഉണ്ടെങ്കിൽ മാത്രമേ വേറെ സൈറ്റിൽ എടുക്കത്തുള്ളൂ. ഈ വൂണ്ടിനെ പ്രത്യേകിച്ചും അവിടെയുള്ള വൈറസിനെ നിർവീര്യമാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇമ്മ്യൂണോഗ്ലോബുലിൻ എടുക്കുന്നത്. അത് കാറ്റഗറി 3 വൂണ്ടിനാണ് അത്യാവശ്യം. ശരി മാഡം, നമുക്കൊരു കോളർ ഉണ്ട്. കളമശ്ശേരിയിൽ നിന്ന് സന്തോഷാണ്. സന്തോഷ്, ഡോക്ടറോട് ചോദിച്ചോളൂ. ഇല്ല, ചോദിച്ചില്ല. ഞാനിപ്പോ വിളിക്കേണ്ട ബാധ കണ്ടപ്പോ ഞാൻ വിളിച്ചതാ. ചോദിക്കാനൊന്നുമില്ല? ചോദിക്കാനുണ്ട്, ചോദിച്ചോളൂ. ഇല്ല, ഞാൻ സംസാരിക്കാം. ഒരു കാര്യം സംസാരിക്കാണേ. പറഞ്ഞോളൂ. അതെ ഡോക്ടറെ, ഞാൻ സംസാരിക്കട്ടെ? പറഞ്ഞോളൂ. ടി വി ഒന്ന് മ്യൂട്ട് ചെയ്ത് വെക്കോ സന്തോഷ്. അതെ, എനിക്കൊരു പട്ടി ഉണ്ടായിരുന്നേ. എനിക്കൊരു പട്ടി ഉണ്ടായിരുന്നു. ഹലോ, കേക്കാം, പറഞ്ഞോളൂ സന്തോഷ്, പറഞ്ഞോളൂ. എനിക്കൊരു പട്ടി ഉണ്ടായിരുന്നു. അപ്പൊ ആക്സിഡന്റ് പറ്റിയിട്ട് ഞാൻ പട്ടീനെ രക്ഷിക്കാൻ പോയപ്പോ ആ പട്ടി എന്റെ കയ്യിൽ കടിച്ചു. അപ്പം എന്നിട്ട് ഞാൻ ഇഞ്ചക്ഷൻ, അതിന് പേയൊന്നുണ്ടായിരുന്നില്ല. അതിന് ആക്സിഡന്റ് വന്ന് എന്നിട്ട് ഞാൻ ആലുവയിൽ കൊണ്ടുപോയി ഇഞ്ചക്ഷൻ ചെയ്തു. പിന്നെ എറണാകുളം ജനറൽ ആശുപത്രിയിലെ മുറിവിൽ വന്നപ്പോൾ ഇഞ്ചക്ഷൻ ചെയ്തു. എന്നിട്ട് ഇത് എപ്പോഴും ആ കടിച്ച ഭാഗത്ത് മുറിവെല്ലാം മാറി തൊടുമ്പോ ഒരു മരവിപ്പുണ്ട്. അത് അത് ഇപ്പൊ ഈ എഴുതി കാണിച്ചപ്പോൾ അത് മരവിപ്പോ അങ്ങനെയുള്ളത് ഭാവിയിൽ അത് വലിയ പ്രശ്നത്തിനിടയായി തീരുവോ? ഇപ്പൊ എത്ര നാളായി? ഇപ്പൊ എനിക്ക് ഏകദേശം ഒരു വർഷമായി. ഓക്കെ, സാധ്യതയില്ല. കാരണം എന്തെങ്കിലും നിങ്ങൾക്ക് ആ കടിച്ച ഭാഗത്ത് എന്തെങ്കിലും ഞരമ്പിന് മുറിവുണ്ടായിട്ടുണ്ടെങ്കിലും ഈ പ്രകാരം അവിടെ ചെറിയ ഇപ്പൊ ക്യൂട്ടേനിയസ് നെർവ്സ് ഒക്കെ ഉണ്ട്, ത്വക്കിനെ സപ്ലൈ ചെയ്യുന്ന നാഡീകോശങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ എന്തെങ്കിലും മുറിവോ ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ഞരമ്പിന് പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഈ പ്രകാരം, നാഡീകോശങ്ങൾക്ക് പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഈ പ്രകാരം നിങ്ങൾക്ക് ചെറിയ പരസ്തീഷ, അതായത് ടിംഗ്ലിംഗ് ഒക്കെ വരാം. അതിൻ്റെതായിരിക്കാനാണ് സാധ്യത. വേറെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഓൾറെഡി നിങ്ങൾ പ്രോപ്പർലി വാക്സിനേറ്റഡ് ആണ്. അതായത് ഫുൾ ഡോസ് വാക്സിനേഷനും ഇമ്മ്യൂണോഗ്ലോബുലിനും എടുത്ത ആളാണെങ്കിൽ നിങ്ങൾക്ക് റാബീസ് വരാനുള്ള സാധ്യത വളരെ കുറവാണ്. അതാണ് ഞാൻ പറഞ്ഞത്. അവിടെയുള്ള നാഡീകോശങ്ങൾക്ക് നേരത്തെ ആ പട്ടി കടിച്ച സമയത്ത് വന്ന എന്തെങ്കിലും ഇഞ്ചുറി ആയിരിക്കാനാണ് സാധ്യത. ഞരമ്പിന്റെ പ്രശ്നമാണ്, അത് റാബീസ് വൈറസ് കൊണ്ടല്ല. ശരി മാഡം, അടുത്ത കോളർ വടകരയിൽ നിന്ന് ഇസ്മായിൽ ആണ്. ഇസ്മായിൽ, ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ. അതെ, വീട്ടില് വളർത്തുന്ന പൂച്ച ഉണ്ടായിരുന്നു. വീട്ടില് ചെറുതായിട്ടൊന്ന് 2 ദിവസമായി ചെറുതായിട്ടൊന്നും അതിന്റെ നഖം കൊണ്ടൊന്ന് ചെറുതായിട്ടൊന്ന് പോടി. അപ്പോ ഇതിന്റെ മുമ്പേ ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പൊ പൂച്ച കടിച്ചപ്പോ വാക്സിൻ എടുത്തില്ലായിരുന്നു. എത്ര നാൾ മുന്നേ വാക്സിൻ എടുത്തത്? വാക്സിൻ എടുത്തിട്ട് ഇപ്പൊ 2 വർഷത്തിന് മേലെ ആയി. കംപ്ലീറ്റ് വാക്സിനേഷൻ എടുത്തായിരുന്നു അന്ന്? ഇല്ല, കംപ്ലീറ്റ് ആയിട്ടില്ല, 2 എടുത്തിട്ടുള്ളൂ. ആക്ച്വലി ഇപ്പോൾ ഇസ്മായിൽ ചോദിച്ചതിന്റെ ഉത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നേരത്തെ നമ്മൾ ഫുള്ളി വാക്സിനേറ്റഡ് ആണെങ്കിൽ, അതായത് നമുക്ക് ഈ വാക്സിനേഷൻ വന്നിട്ട് ഇൻട്രാഡെർമൽ, അതായത് ത്വക്കിന്റെ അടിയിലെടുക്കുന്ന വാക്സിൻ വന്നിട്ട് 4 ഡോസാണുള്ളത്. അത് 4 ഡോസും എടുത്തുള്ള ആൾക്ക് ഇനി ഒരു ആനിമൽ കടിക്കുകയോ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബൂസ്റ്റർ ഡോസ് 2 മാത്രം എടുത്താൽ മതിയാകും. വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ ഇദ്ദേഹം ഫുള്ളി വാക്സിനേറ്റഡ് അല്ലാത്തത് കൊണ്ട് ആ വാക്സിനേഷൻ ഷെഡ്യൂൾ പ്രകാരം ഇസ്മായിൽ ഇനി കംപ്ലീറ്റ് വാക്സിനേഷൻ എടുക്കണമെന്ന് തന്നെയാണ് അഭിപ്രായം. ശരി ഡോക്ടർ, നമുക്ക് ഒരു കോളർ കൂടിയുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് ഡിസ്കഷനിലേക്ക് തിരിച്ചു വരാം. സാന്ദ്ര, തൃശ്ശൂരിൽ നിന്ന്. സാന്ദ്ര, ഡോക്ടറോട് ചോദിച്ചോളൂ. സാന്ദ്ര, കേൾക്കാമോ? ആ കോളർ നമുക്ക് നഷ്ടമായിരിക്കുകയാണ്. മാഡം, നമ്മൾ ഓൺ കെയറിനെ കുറിച്ചും വാക്സിനേഷനെ കുറിച്ചുമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ നമുക്ക് ഓൺ കെയറിലേക്ക് പോവാം. ഓക്കെ, നമ്മളിപ്പോൾ മുമ്പേ സംസാരിച്ചതുപോലെ ടൈപ്പ് 1, കാറ്റഗറി 1, 2, 3 എന്ന തരത്തിലുള്ള 3 വൂണ്ടുകളെ കുറിച്ച് നമ്മൾ കേട്ടു. അപ്പോൾ ഇതിൽ ഏറ്റവും മാരകമായിട്ടുള്ള വൂണ്ടെന്ന് പറയുന്നത് കാറ്റഗറി 3 ആണ്. അതും
നമ്മളുടെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിനോട് അടുത്ത് കിടക്കുന്നത്. ഈ വൈറസ് ട്രാവൽ ചെയ്യാൻ എടുക്കുന്ന സമയം വന്നിട്ട് ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്ന സമയം എന്ന് പറഞ്ഞാൽ പ്രൊലോങ്ഡ് ആയതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് വൂണ്ടിനെ കെയർ ചെയ്താൽ മാക്സിമം റാബീസിനകത്തുനിന്ന് പ്രൊട്ടക്ഷൻ നമുക്ക് കിട്ടും എന്നുള്ളത് സത്യാവസ്ഥയാണ്. അപ്പോൾ വൂണ്ട് കെയർ എങ്ങനെയാണെന്ന് വെച്ചാൽ വേറെ ഒന്നും അതിൻ്റെ ഉള്ളിൽ ചെയ്യേണ്ട ആവശ്യമില്ല. വെറും സോപ്പും വെള്ളവും കൊണ്ട് ഒരു 10-15 മിനിറ്റ് റണ്ണിങ് വാട്ടർ നന്നായി വെള്ളം ഒഴിച്ച് ആ വൂണ്ടിനെ ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. സോപ്പും വെള്ളവും അഥവാ സോപ്പ് ഇല്ല എന്നുണ്ടെങ്കിൽ വെള്ളം മാത്രം മതിയാവും. റണ്ണിങ് വാട്ടർ, ടാപ്പ് വാട്ടറിൻ്റെ അടിയിൽ തന്നെ പിടിച്ചത് നന്നായിട്ട് ക്ലീൻ ചെയ്യുക. എന്തെങ്കിലും മണ്ണോ പൊടിയോ ഒക്കെ പറ്റിയിട്ടുണ്ടെങ്കിലും അതിനെ ക്ലീൻ ചെയ്യേണ്ടത് ആവശ്യമാണ്. പിന്നെ അതിൻ്റെ കൂടെ ഇപ്പോൾ സാധാരണ ചില ആൾക്കാർ അതിൻ്റെ ഉള്ളിൽ മഞ്ഞൾ പുരട്ടുക, പിന്നെ ഓയിൽ അപ്ലൈ ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാറുണ്ട്. സാധാരണ അത് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം അതുകൊണ്ട് പ്രത്യേകിച്ച് നമുക്ക് പ്രയോജനമൊന്നുമില്ല എന്ന് മാത്രമല്ല ചിലപ്പോൾ ഇറിറ്റേഷൻ കാരണം അവിടെ കൂടുതൽ ബുദ്ധിമുട്ട് വരാൻ സാധ്യതയുണ്ട്. ഇനി ആശുപത്രിയിൽ ചെല്ലുമ്പോൾ ഇത് നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ്. സോപ്പും വെള്ളവും ഉപയോഗിച്ച് ലോക്കൽ, അതായത് ഉടനെ തന്നെ കടിയേറ്റ ഉടനെ തന്നെ പേടിക്കാതെ അത് വൈറസിനെ ഉള്ള ഭാഗത്തെ അതിനെ ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ഇത്. ഇനി ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ അഥവാ മുറിവ് നല്ല കാര്യമായിട്ടുണ്ട്, ബ്ലീഡിംഗ് ഉണ്ട്, ഇങ്ങനെയുള്ള അവസരത്തിൽ മാത്രമേ ആ വൂണ്ടിനെ ഡോക്ടർ നിങ്ങൾക്ക് സ്യൂച്ചർ ചെയ്ത് തരികയുള്ളൂ, അതായത് തയ്യലിട്ട് തരികയുള്ളൂ. അല്ലെങ്കിൽ അവിടെ തയ്യലിടേണ്ട ആവശ്യമില്ല, ആ വൂണ്ടിനെ ഓപ്പൺ ആക്കി വെക്കുകയാണ് ചെയ്യുന്നത്. അഥവാ ബ്ലീഡിംഗ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്, ഒരുപാട് രക്തം പോകുന്നുണ്ടെങ്കിൽ മാത്രം അതും വെരി മിനിമൽ സ്യൂച്ചർ, അതായത് ഇടാൻ പറ്റുന്നതിൽ ഏറ്റവും കുറഞ്ഞ സ്യൂച്ചർ, കുറഞ്ഞ ഒരു ലൂസായിട്ടുള്ള സ്യൂച്ചർ മാത്രമേ ഇടുകയുള്ളൂ. അത് കാരണം എന്താണെന്ന് വെച്ചാൽ കൂടുതൽ ട്രോമ ഉണ്ടായാൽ അതിനകത്തുനിന്ന് വൈറസ് കൂടുതൽ ഭാഗത്തേക്ക് വ്യാപിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ഈ 2 കാര്യങ്ങളും മനസ്സിലാക്കി വെക്കുക. അതായത് ഉടനടി തന്നെ സോപ്പും വെള്ളവും ഉപയോഗിച്ച് കഴുകുക, വേറെ ഒരു ഇറിറ്റൻസും അവിടെ അപ്ലൈ ചെയ്യാതിരിക്കുക. ഇനി എപ്പോൾ വേണമെങ്കിലും, ഇപ്പോൾ നിങ്ങൾ മറന്നുപോയി, അതായത് ഈ പട്ടി കടിച്ച ഉടനെ ഉള്ള ടെൻഷനും പരിഭ്രമവും കാരണം നിങ്ങൾക്ക് വൂണ്ട് കെയർ ചെയ്യാൻ പറ്റിയില്ല എന്ന് വിചാരിച്ചോളൂ, എപ്പോൾ വേണമെങ്കിലും അത് ചെയ്യാം. അതായത് ആ വൈറസ് അവിടെ നിലനിൽക്കാനുള്ള സാധ്യത കൂടുതൽ കാലം ഉള്ളതുകൊണ്ട് നിങ്ങൾ ഓർക്കുന്ന സമയത്ത് എപ്പോൾ വേണമെങ്കിലും അത് ചെയ്യാവുന്നതാണ്. ഈവൻ ഹോസ്പിറ്റലിൽ ചെന്നിട്ടാണെങ്കിലും, ഈവൻ ഒരു ദിവസം കഴിഞ്ഞിട്ടാണെങ്കിലും നിങ്ങളത് നന്നായി വൃത്തിയാക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. ശരി മാഡം, ഇനി നമുക്ക് വാക്സിനേഷനിലേക്ക് വരുവാണെങ്കിൽ നമുക്കറിയാം ഏറ്റവും ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ നമ്മൾ വാക്സിൻ എടുക്കണം എന്നുള്ളത്. പക്ഷേ ഇൻ കേസ് നമുക്ക് അവൈലബിലിറ്റി അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഒരു സേഫ് ഗ്യാപ്പ് എത്രയാണ്? ഇനി സമയത്ത് വാക്സിൻ എടുക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഓക്കെ, ഇതും അതേപോലെ തന്നെയാണ്. ഈ റാബിസ് വൈറസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിൻ്റെ ലോങ് ഇൻക്യുബേഷൻ പീരീഡ് ആയത് കാരണം 1-2 ദിവസത്തിന് ശേഷം വന്നാലും ചിലപ്പോൾ നമുക്ക് വാക്സിനേഷൻ എടുത്തതുകൊണ്ട് ഒരു പ്രശ്നമില്ല. ഈവൻ ആഴ്ചകൾക്ക് ശേഷം വന്നാലും നിങ്ങൾക്ക് വാക്സിനേഷൻ എടുക്കാം. കാരണം അത് വാക്സിനേഷൻ എടുത്തത് കൊണ്ടുണ്ടാകുന്ന പ്രയോജനം വാക്സിനേഷൻ ഇല്ലാതെ, അത് സമയം തീർന്നു പോയി അല്ലെങ്കിൽ സമയം കഴിഞ്ഞു പോയി, ഇനി വാക്സിനേഷൻ എടുത്തിട്ട് പ്രയോജനം ഇല്ല എന്ന് ആരും വിചാരിക്കരുത്. ഇനി ഈ വാക്സിനേഷൻ എടുക്കുന്നതിനും പ്രത്യേകതയുണ്ട്. ഒന്ന്, ഫസ്റ്റ് നിങ്ങൾ വരുമ്പോൾ ഈ കാറ്റഗറി 2-3 വൂൺസിൻ്റെ കാര്യമാണ് നമ്മൾ പറയുന്നത്. ഫസ്റ്റ് ആൾക്കാർക്ക് വാക്സിനേഷൻ്റെ ആവശ്യമില്ല. കാറ്റഗറി 2-ന് നമ്മൾക്ക് വാക്സിനേഷൻ ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ മസിലിൽ എടുക്കുന്ന വാക്സിൻ ഉണ്ട്, ഇൻട്രാഡെർമൽ എടുക്കുന്ന വാക്സിൻ ഉണ്ട്. പണ്ടൊക്കെ നമ്മൾ മസിലിൽ എടുക്കുന്ന വാക്സിൻ ആയിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോഴും മസിലിൽ എടുക്കുന്ന വാക്സിൻസ് അവൈലബിൾ ആയിരിക്കുന്ന ഹോസ്പിറ്റലുകളും ഉണ്ട്. അപ്പോൾ ഏത് വാക്സിൻ ആണെങ്കിലും, മസിലിൽ എടുക്കുന്ന വാക്സിൻ ആണെങ്കിലും ഇൻട്രാഡെർമൽ വാക്സിൻ ആണെങ്കിലും ഇഫക്റ്റീവ്നെസ് ഒരുപോലെ തന്നെയാണ്. പക്ഷേ ഡോസ് വ്യത്യാസമുണ്ട് എന്നേ ഉള്ളൂ. ഇപ്പോൾ ആ വാക്സിൻ മാത്രമേ അവിടെ അവൈലബിൾ ഉള്ളൂ, മസിലിൽ എടുക്കുന്ന വാക്സിൻ മാത്രമേ അവൈലബിൾ ഉള്ളൂ എങ്കിൽ ഒട്ടും മടിക്കേണ്ട ആവശ്യമില്ല, മസിൽ എടുക്കുന്ന വാക്സിൻ തന്നെ എടുക്കണം. അതിൻ്റെ വാക്സിനേഷൻ ഷെഡ്യൂൾ നിങ്ങൾക്ക് ഡോക്ടർ പറഞ്ഞു തരും. ആദ്യത്തെ ദിവസം 0, 3, 14, 28 അല്ല 0, 3, 7, 14, 28 ഈ ദിവസങ്ങളിലാണ് വാക്സിനേഷൻ എടുക്കുന്നത്. കംപ്ലീറ്റ് വാക്സിനേഷൻ എടുത്താൽ മാത്രമേ നമ്മൾക്ക് കംപ്ലീറ്റ് പ്രൊട്ടക്ഷൻ കിട്ടുകയുള്ളൂ എന്ന വസ്തുത മനസ്സിലാക്കിയിരിക്കണം. ഇനി കാറ്റഗറി 3 വൂണ്ടിന് എന്താണ് പ്രത്യേകത എന്ന് നമ്മൾ പറഞ്ഞു. അത് കുറച്ചും കൂടി മാരകമാണെന്ന് നമ്മൾ പറഞ്ഞു. അതുകൊണ്ട് തന്നെ അഥവാ ഈ വാക്സിൻ എടുക്കുന്നതിന് മുമ്പ്, വാക്സിൻ എടുത്തു കഴിഞ്ഞാലും നിങ്ങൾക്കറിയാം വാക്സിൻ ആൻറ്റിബോഡി ഡെവലപ്പ് ചെയ്ത് വരാൻ വേണ്ടിയിട്ട് ഏകദേശം 10 ദിവസം എടുക്കാം. ഈ 7 മുതൽ 10 ദിവസം വരെയുള്ള സമയത്ത് അപ്പോൾ നമ്മൾക്ക് അസുഖം വരാതെ എങ്ങനെ, അതായത് ഈ വളരെ മാരകമായിട്ടുള്ള മുറിവിൽ കൂടി അസുഖം വരാതെ എങ്ങനെ ഇരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനാണ് നമ്മൾ ഇമ്മ്യൂണോഗ്ലോബുലിൻ എന്ന് പറയുന്നത്, അതായത് റാബിസ് ഇമ്മ്യൂണോഗ്ലോബുലിൻ എന്ന് പറയുന്ന ഒരു മരുന്നും കൂടി അതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ ഈ റാബിസ് ഇമ്മ്യൂണോഗ്ലോബുലിൻ എന്ന് പറഞ്ഞാൽ അവിടെയുള്ള വൈറസിനെ ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് മുറിവിലാണ് ഈ ഇമ്മ്യൂണോഗ്ലോബുലിൻ എടുക്കുന്നത്. ഇതും മിക്കവാറും കേരളത്തിലുള്ള എല്ലാ ഹോസ്പിറ്റലുകളും അവൈലബിൾ ആണ്. അതും ഉടനടി തന്നെ എടുക്കാൻ
പറ്റിയാൽ നല്ലത്. പക്ഷേ എടുക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ എപ്പോൾ വേണമെങ്കിലും എടുക്കാം. 72 hours കഴിഞ്ഞിട്ട് യൂഷ്വലി നമ്മൾ 72 hours യൂഷ്വലി നമ്മൾ എടുക്കാൻ പറയും. ഇനി നിങ്ങൾ ചോദിക്കാം 10 ദിവസം കഴിഞ്ഞ് എടുക്കാമോ എന്ന് ചോദിക്കാം. പക്ഷേ 10 ദിവസം കഴിഞ്ഞ് ഇമ്മ്യൂണോഗ്ലോബുലിൻ എടുക്കേണ്ട ആവശ്യമില്ല. കാരണം ഓൾറെഡി നിങ്ങൾ വാക്സിൻ എടുക്കുന്നുണ്ടെങ്കിൽ 10 ദിവസം കൊണ്ട് തന്നെ വാക്സിൻ്റെ പ്രയോജനം കിട്ടും. ഇമ്മ്യൂണോഗ്ലോബുലിൻ ഈ 10 ദിവസത്തിനുള്ളിൽ വാക്സിൻ എടുക്കുന്നതിന് കംപ്ലീറ്റ് പ്രൊട്ടക്ഷൻ വരുന്നതിന് മുമ്പ് നിങ്ങൾക്ക് തരുന്നതാണ്. ഓക്കെ. ഈ ഒരു വാക്സിൻ്റെ പ്രൊട്ടക്ഷൻ പീരീഡ് എത്രയായിരിക്കും മാഡം ഉദ്ദേശം? ഓക്കെ, അപ്പോൾ ഈ വാക്സിൻ ഫുൾ ഡോസ് എടുത്തു എന്ന് വിചാരിച്ചോളൂ. എനിക്കിപ്പോൾ ഇന്ന് എനിക്കൊരു ബൈറ്റ് ഉണ്ടായി, ഞാൻ അടുത്ത ഒരു മാസത്തിനുള്ളിൽ 0, 3, 7, 14, 28 IM വാക്സിനേഷൻ എടുത്തു. നല്ല മാരകമായിട്ടുള്ള ബൈറ്റ് ആയിരുന്നെങ്കിൽ ഞാൻ അതിനകത്ത് ഇമ്മ്യൂണോഗ്ലോബുലിനെ എടുത്തു. ഇത് രണ്ടും കംപ്ലീറ്റ് ചെയ്ത ഒരാൾക്ക് 2 മാസം കഴിഞ്ഞ് ഇനി ഒരു ആനിമൽ ബൈറ്റ് ചെയ്തു. അയാൾക്ക് ഇനി വാക്സിനേഷൻ എടുക്കുന്നത് 2 ഡോസ് മാത്രം മതി. 0, 3 ആ 2 ബൂസ്റ്റർ ഡോസ് മാത്രമേ റെക്കമെൻഡ് ചെയ്യുന്നുള്ളൂ. ഇനി അയാൾക്ക് ഇമ്മ്യൂണോഗ്ലോബുലിൻ എടുക്കേണ്ട കാര്യമില്ല. കാരണം ഓൾറെഡി വാക്സിനേറ്റഡ് ആയതുകൊണ്ട് തന്നെ അയാൾ പ്രൊട്ടക്റ്റഡ് ആണ്. അതുകൊണ്ട് ഇമ്മ്യൂണോഗ്ലോബുലിൻ എടുക്കേണ്ട കാര്യമില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ രണ്ടാമത് എന്ത് ആനിമൽ, ഇപ്പോൾ പൂച്ച കടിച്ചിട്ട് വാക്സിനേഷൻ എടുത്തിട്ട് അടുത്ത തവണ പട്ടി കടിച്ചാലും അല്ലെങ്കിൽ എന്ത് സ്പീഷീസ് ആനിമൽ കടിച്ചാലും നിങ്ങൾക്ക് 2 ഡോസ് വാക്സിൻ എടുക്കേണ്ട ആവശ്യമേ ഉള്ളൂ. 0 and 3 അത് മാത്രമേ നിങ്ങൾക്ക് ശ്രദ്ധിക്കേണ്ട ആവശ്യമുള്ളൂ. വൂണ്ട് കെയർ അപ്പോഴും മെറ്റിക്കുലസ് ആയിട്ട്, അതായത് ഏത് ആനിമൽ ബൈറ്റിനും ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് വൂണ്ട് കെയർ ആണ്. അതിനുശേഷം വാക്സിനേഷൻ ഫുൾ ഡോസ് എടുത്ത ആൾക്കാർക്ക് 2 ഡോസ് മാത്രമേ ഫർദർ എടുക്കേണ്ട ആവശ്യമുള്ളൂ. ഇനി ഒരു വാക്സിനേഷൻ ഡോസ് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞതുപോലെ ആദ്യത്തെ ഒരാൾ ചോദിച്ചതുപോലെ അദ്ദേഹം വാക്സിനേഷൻ ഡോസ് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല, അപ്പോൾ അതിൻ്റെ ഇഫക്റ്റിനെ കുറിച്ച് നമുക്ക് അറിയില്ല. അതുകൊണ്ട് തന്നെ അടുത്ത തവണ എടുക്കുമ്പോൾ ഫുൾ ഡോസ് എടുക്കേണ്ടി വരും, കംപ്ലീറ്റ് ഡോസ് എടുക്കേണ്ടി വരും. ശരി മാഡം, നമുക്കൊരു ഇടവേളയ്ക്ക് സമയമായി. ഒരു ബ്രേക്ക് എടുത്തിട്ട് തിരിച്ചു വരാം. ഡോക്ടർ ക്യൂവിൽ ഒരു ഇടവേള. ഡോക്ടർ ക്യൂ തുടരുന്നു. മാഡം, നമ്മൾ ഇൻഫെക്റ്റഡ് ആവാൻ സാധ്യതയുള്ള മൃഗങ്ങളുടെ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ പട്ടി, പൂച്ച ഇവയല്ലാതെ നമ്മളുമായി സമ്പർക്കത്തിൽ വരാൻ സാധ്യതയുള്ളതും റാബീസ് നമുക്ക് തരാൻ പറ്റുന്നതുമായിട്ടുള്ള ബാക്കി കാറ്റഗറിയിലുള്ള മൃഗങ്ങൾ ഏതൊക്കെയാണ്? എല്ലാ വാം ബ്ലഡഡ് ആനിമൽസും, റോഡൻസ് മാത്രമേ അതിന്, അതായത് എലി ആ വർഗത്തിലുള്ള ആൾക്കാർക്ക് അതിലുള്ള ഇതിന് മാത്രമേ റാബീസ് പരത്താനുള്ള സാധ്യത വളരെ കുറവാണെന്ന് കണ്ടുപിടിച്ചിട്ടുള്ളൂ. വവ്വാൽ, ബാറ്റ്സിന് റാബീസ് പരത്താനുള്ള സാധ്യത കൂടുതലാണെന്ന്, വൈൽഡ് ആനിമൽസിൽ ബാറ്റ്സ് ആണ് കൂടുതലും പരത്തുന്നത്. അത് ബൈറ്റ് അല്ലേ? ബാറ്റ്സ്, അതെ, ബൈറ്റാണ്. നമ്മളുടെ ഇവിടെ കാണപ്പെടുന്നത് ഡോഗും ക്യാറ്റുമാണ് കോമൺ. അതിൻ്റെ മറ്റേത് വാം ബ്ലഡഡ് ആനിമൽസിൽ നിന്നും റാബീസ് വരാം. അവരിപ്പോൾ ബൈറ്റ് ചെയ്താലോ അല്ലെങ്കിൽ ലിക്ക് ചെയ്താലോ റാബിഡ് ആനിമൽ ആണെങ്കിൽ നമുക്ക് സാധ്യതയുണ്ട്. പക്ഷേ റോഡൻസ്, അതായത് എലി പെരിച്ചാഴി പോലെയുള്ള ജീവികൾക്ക് വന്നിട്ട് റാബീസ് പരത്താനുള്ള സാധ്യത കുറവാണ്. ഇനി മനുഷ്യനിൽ നിന്നും മനുഷ്യരിലേക്ക് വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റാബിഡ് അങ്ങനെ ഒരു കോണ്ടാക്ട് കൊണ്ട് സാധാരണ റാബിഡ് വരികയില്ല. തൊട്ടെന്നോ ഒക്കെ തൊട്ടു അല്ലെങ്കിൽ സ്പർശനം കൊണ്ടോ ഒന്നും വരികയില്ല. സലൈവ വന്നിട്ട് കണ്ടാമിനേറ്റഡ് ആണെങ്കിൽ സാധ്യതയുണ്ട്, പക്ഷെ വളരെ അപൂർവമാണ് എന്നാണ് പറയപ്പെടുന്നത്. ഓക്കെ മാഡം, ഒരു ക്യൂരിയസ് ചോദ്യമാണ്. ഈ മൃഗങ്ങൾ ഇൻഫെക്റ്റഡ് ആവുന്നതും ബൈറ്റ് വഴിയാണോ? അതെ. ഓക്കെ. നമ്മൾ വളർത്തുമൃഗങ്ങളുമായിട്ട് സമ്പർക്കം ഉണ്ടാവുന്നുണ്ടെങ്കിൽ, നമ്മുടെ വീട്ടിൽ വളർത്തുമൃഗങ്ങളുണ്ടെങ്കിൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? അവയ്ക്ക് ചെയ്യേണ്ട പ്രിക്കോഷൻസ് എന്താണ്? ഒപ്പം നമുക്കും എന്തൊക്കെയാണ്, പ്രത്യേകിച്ചും കുട്ടികളൊക്കെ ഉള്ള സ്ഥലത്ത്? ഓക്കെ, ആനിമൽസ് സാധാരണ വാക്സിനേറ്റഡ് ആയിരിക്കണം എന്ന് പറയാറുണ്ട്. പ്രോപ്പർ വാക്സിനേഷൻ തന്നെയാണ് റാബീസ് പ്രിവെൻറ്റ് ചെയ്യാനുള്ള ഏറ്റവും ഉത്തമമായിട്ടുള്ള മാർഗം. പക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ കൊടുക്കുന്ന മരുന്ന്, ആ വാക്സിനേഷൻ ആ ആനിമലിൽ എത്രത്തോളം ഫലപ്രദമാണ് എന്ന് നമുക്ക് ഉറപ്പില്ല. അതിൻ്റെ വാക്സിനേഷൻ സ്റ്റാറ്റസ് ഒന്നും നമുക്ക് പറയാൻ പറ്റുകയില്ല. അതുകൊണ്ട് ബൈറ്റ് ഉണ്ടായാൽ അത് അഥവാ നമുക്ക് സംശയമുണ്ടെങ്കിൽ വാക്സിനേഷൻ എടുക്കുന്നത് തന്നെയാണ് ഉത്തമം എന്ന് പറയും. പിന്നെ പ്രൊവോക്ഡ് ബൈറ്റ്, അൺപ്രൊവോക്ഡ് ബൈറ്റ് എന്ന് പറഞ്ഞ 2 കാറ്റഗറി ഉണ്ട്. അതായത് അൺപ്രൊവോക്ഡ് എന്ന് പറഞ്ഞാൽ വെറുതെ നിൽക്കുന്ന ഒരാളുടെ അടുത്ത് ഓടി വന്ന് കടിക്കുക, അല്ലെങ്കിൽ ഒരു പ്രൊവോക്കേഷനും ഇല്ല. ഇപ്പം നമ്മൾ ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട് ചെന്ന് അതിനെ എന്തെങ്കിലും ഉപദ്രവിച്ച് കഴിഞ്ഞാലോ അറിയാതെ കാലിൽ ചവിട്ടുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് കടിക്കുന്നതിനെയാണ് പ്രൊവോക്ഡ് ബൈറ്റ് എന്ന് പറയുന്നത്. പിന്നെ അൺപ്രൊവോക്ഡ് ബൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതൊന്നും ചെയ്യാണ്ട് തന്നെ അത് ഇങ്ങോട്ട് വന്ന് കടിക്കുന്നതിനാണ് അൺപ്രൊവോക്ഡ് ബൈറ്റ് എന്ന് പറയുന്നത്. സംശയം തോന്നുന്നത് ഒരു അൺപ്രൊവോക്ഡ് ബൈറ്റ് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ പല ആൾക്കാരെ ഒരുമിച്ച്
അറ്റാക്ക് ചെയ്യുന്ന ആനിമൽ, ഇതൊക്കെ വളരെ ഹൈ റിസ്ക് ആയിട്ടുള്ള കാറ്റഗറിയിലാണ് പെടുന്നത്. റാബീസ് ആണോ എന്ന് സംശയിക്കണം. പക്ഷെ അൺപ്രൊവോക്ഡ് ആയിട്ടുള്ളത് സാധാരണ നമുക്ക് അങ്ങനെ പറയാൻ പറ്റുകയില്ല. ആ ആനിമലിന് റാബീസ് ഇല്ല എന്ന് നമുക്ക് ഉറപ്പാക്കാൻ പറ്റുകയില്ലാത്തത് കൊണ്ട് എനി ആനിമൽ ബൈറ്റ് ഷുഡ് ബി കൺസിഡേർഡ് അതർവൈസ് പ്രൂവ്ഡ് എന്നാണ് പറയുന്നത് സാധാരണ. ഓക്കെ. അതുപോലെ ഈ ലക്ഷണങ്ങൾ പുറത്തു വന്നു കഴിഞ്ഞാൽ പിന്നീട് ഒരു ചികിത്സയും ഫലിക്കില്ല എന്ന് പറയാറുണ്ട്, അത് ശരിയാണോ? അതെ, കാരണം ഈ പ്രിവെൻഷൻ തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകം. കാരണം ആ വൂണ്ടിൽ നിന്നും ആ റാബീസ് വൈറസിനെ എത്രയും ഇനാക്റ്റീവ് ആക്കുക, പിന്നെ അതിനെ ന്യൂട്രലൈസ് ചെയ്യുക. ഇത് രണ്ടുമാണ് നമ്മൾ ക്ലീനിങ്ങും വാക്സിനേഷനും ആൻറ്റിബോഡി എടുക്കുന്നതിലൂടെ ചെയ്യുന്നത്. ഇത് മൂന്നും പ്രോപ്പർ ആണെങ്കിൽ 90% അതിൽ കൂടുതലും വേണമെങ്കിൽ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. കാരണം അത് ഇൻക്യുബേഷൻ പീരീഡ് ഒരുപാട് ഉള്ളതാണ്. ഇതൊന്നും ചെയ്തിട്ടില്ല, നമ്മൾ അറിഞ്ഞില്ല, വൂണ്ട് കെയർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതിൽ രോഗസാധ്യത, റാബിഡ് ആനിമൽ ആണെങ്കിൽ ആ കടിച്ച ആൾക്ക് രോഗസാധ്യത വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അത് എങ്ങനെയാണ് പ്രസൻറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, സാധാരണ ഒരു വൈറൽ ഇൽനസ് പോലെ, റാബിസ് വൈറസ് ആണല്ലോ, റാബ്ഡോ വൈറയുടെ ഫാമിലിയിൽ വരുന്ന ഒരു വൈറസാണ് റാബീസ്. അത് ബാധിക്കുന്നത് ബ്രെയിനെയും സ്പൈനൽ കോഡിനെയുമാണ്. അതായത് നമ്മളുടെ മസ്തിഷ്കത്തിനെയും സുഷുമ്ന എന്ന് പറയുന്ന സ്പൈനൽ കോഡിനെയുമാണ് ബാധിക്കുന്നത്. അപ്പോൾ ഈ ഞരമ്പുകൾക്ക് നാഡീകോശങ്ങൾക്കുള്ള പ്രശ്നമായതുകൊണ്ട് തന്നെ അതിന് അത്തരം ലക്ഷണങ്ങളാണ് കാണുക. പിന്നെ ഏതൊരു വൈറൽ ഫീവറും വരുന്നത് പോലെ തന്നെ സാധാരണ തലവേദന, മേലുവേദന, പനി, ഇതൊക്കെയാണ് ആദ്യം വരിക. ആ അക്യൂട്ട് ഫേസ് ഒരു 2 മുതൽ 10 ദിവസം വരെ നീണ്ടു നിൽക്കും. അതിനുശേഷം 2 ടൈപ്പ് റാബീസ് ആയിട്ട് പ്രത്യക്ഷപ്പെടാം. ഒന്ന് ഫ്യൂരിയസ് റാബീസ് എന്ന് പറയും, അതായത് വളരെ എക്സൈറ്റഡ് ആയിട്ടുള്ള, അതായത് മസിൽസ് എല്ലാം ഇറിറ്റേറ്റഡ് ആയിട്ട്, തൊട്ടാൽ ഇപ്പം വെള്ളം കുടിച്ച്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും വെള്ളം കുടിക്കാൻ ഭയങ്കര പാടാണ്, പേടിയാണെന്നൊക്കെ. ആ ഫിയർ എന്തുകൊണ്ടെന്ന് വരച്ചാൽ അവരുടെ ഫാരങ്സിലെ മസിൽസ് എല്ലാം ഈ എന്തെങ്കിലും ഒരു സെൻസേഷൻ വരുമ്പോഴത്തേന് ഈവൻ ആ കാറ്റടിച്ചാൽ പോലും കൺട്രാക്ട് ചെയ്യുന്ന അവസ്ഥ, അത്രയ്ക്ക് ഇറിറ്റബിൾ ആയിട്ടുള്ള അവസ്ഥ വരാം. ഭയങ്കര ഒരു ഡിസോറിയൻറ്റേഷൻ, ഓർമ്മയില്ലാത്ത അവസ്ഥ, അറ്റാക്കിങ്. പിന്നെ അവർക്ക് ഭയങ്കര നിരാശയായിരിക്കും, വെള്ളം കുടിക്കാൻ പറ്റില്ല, ദാഹമുണ്ട് വെള്ളം കുടിക്കാൻ പറ്റില്ല. കാരണം വെള്ളം കുടിക്കുമ്പോൾ ഇവിടുത്തെ മസിൽസ് എല്ലാം കൺട്രാക്ട് ചെയ്തിട്ട് അവർക്ക് വെള്ളം കാണുമ്പോൾ തന്നെ പേടിയാവും. അതാണ് നമ്മളതിനെ ഹൈഡ്രോഫോബിയ എന്ന് പറയുന്നത്. പിന്നെ ഇദ്ദേഹത്തെ മസിൽസ് എല്ലാം കൺട്രാക്റ്റഡ് ആയിട്ട് പല ബുദ്ധിമുട്ടും വരാം, സീഷേഴ്സ് വരാം, കോമ സ്റ്റേജിലേക്ക് പോകാം. ഇങ്ങനെയുള്ള അവസ്ഥയൊക്കെ മാരകമായിട്ടുള്ള അവസ്ഥയാണ്. അത് ഒന്ന്. ഇനി പാരലൈറ്റിക് റാബീസ്, ഇത് നമ്മൾ അറിയത്ത് പോലുമില്ല. കാരണം ഇത് റാബീസ് ആണെന്ന് തന്നെ മനസ്സിലാക്കാൻ ഭയങ്കര പാടാണ്. മറ്റു ലക്ഷണങ്ങൾ നമുക്ക് റാബീസ് ആണെന്ന് മനസ്സിലാവും, പക്ഷേ പാരലൈറ്റിക് റാബീസ് എന്ന് പറഞ്ഞാൽ ഞരമ്പുകളെല്ലാം, നാഡീകോശങ്ങളെല്ലാം വന്നിട്ട് പാരലൈസ്ഡ് ആയി പോകുന്ന അവസ്ഥ, വീക്കായി പോകുന്ന അവസ്ഥയാണ്. അവിടെ മസിൽ വീക്ക്നെസ് മാത്രമേ ഉള്ളൂ. ഗ്രാജുവലി അയാളുടെ ഓർമ്മയും ഇതെല്ലാം പോയിട്ട് കോമ സ്റ്റേജിലേക്ക് പോകുന്നത് മാത്രമേ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. അങ്ങനെ ഒരു ലക്ഷണം ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സിംറ്റമാറ്റിക് ട്രീറ്റ്മെൻറ്റ്, അതായത് ഈ മസിൽ കൺട്രാക്ഷനെ കുറയ്ക്കുന്ന തരത്തിലുള്ള മരുന്നുകൾ കൊടുക്കുക, ബ്രെയിനിനെ ഇറിറ്റബിലിറ്റിയെ സെഡേറ്റ് ചെയ്യുന്ന മരുന്നുകൾ കൊടുക്കുക, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ മാത്രമേ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ. പ്രത്യേകിച്ച് റാബീസിന് എതിരായിട്ട് ഇനി ഒരു മരുന്നും നമ്മൾക്ക് കൊടുക്കാൻ പറ്റുകയില്ല. ശരി മാഡം, വളരെ നന്ദി ഇത്രയും സമയം നമുക്കൊപ്പം ചെലവഴിച്ചതിനും ഈ വിഷയത്തിൽ പ്രേക്ഷകരുടെ സംശയങ്ങൾക്ക് മറുപടി പറഞ്ഞതിനും. സമയപരിമിതി മൂലം നമുക്ക് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കേണ്ടി വരികയാണ്. ഡോക്ടർ ക്യൂ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.